അടുത്തത് നമുക്ക് മയോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ്. മയോഗ്ലോബിൻ ഈസ് ഓൾസോ എ വെരി ബിഗ് മോളിക്യൂൾ ഓഫ് മോളിക്കുലാർ വെയ്റ്റ് 17,000 ഡാൾട്ടൺസ്. ഓക്കെ, അപ്പോൾ 17,000 ഡാൾട്ടൺസ് സൈസുള്ള ഒരു മോളിക്യൂളാണ് മയോഗ്ലോബിൻ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഹീമോഗ്ലോബിൻ എത്രയുണ്ടായിരുന്നു? 64,500 ഡാൾട്ടൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും സൈസ് കുറഞ്ഞ ഒരു സാധനമാണ് മയോഗ്ലോബിൻ. ഇറ്റ് ഈസ് ഓൾസോ എ മെറ്റാലോ പോർഫൈറിൻ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോർഫൈറിൻ റിംഗ് സിസ്റ്റം ഉണ്ട് വിച്ച് കണ്ടെയ്ൻസ് എ മെറ്റൽ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മെറ്റാലോ പോർഫൈറിൻ എന്ന് പറയുന്നത്. എന്തുവാണ് ഈ പോർഫൈറിൻ എന്ന് പറഞ്ഞാൽ? പോർഫൈറിൻ ഈസ് എ മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻസ് ഹീം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് ഹീം പ്രോട്ടീൻ എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഹീം എന്ന് പറഞ്ഞാൽ എന്താ? ഹീം കൺസിസ്റ്റ് ഓഫ് 4 പൈറോൾ റിംഗ്സ് ജോയിൻ ടുഗെദർ ബൈ മെത്തിലീൻ ബ്രിഡ്ജസ്. അപ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിനിൽ കണ്ടതുപോലെ തന്നെ മയോഗ്ലോബിനിലുമുള്ള പോർഫൈറിൻ 9 ആണ്. ഓക്കെ, സെയിം സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ പഠിച്ചാൽ മയോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എൻറ്റയർലി സെയിം ആണ്. ഒരൊറ്റ വ്യത്യാസം മാത്രം, മയോഗ്ലോബിനിൽ ഒരു ഹീമേ ഉള്ളൂ, നമ്മുടെ ഹീമോഗ്ലോബിനിൽ 4 ഹീമുണ്ട്. ഓക്കെ, അപ്പോൾ മയോഗ്ലോബിൻ കണ്ടെയ്ൻസ് 1 ഹീം moiety embedded inside the crevice formed by a polypeptide chain of 150 to 160 amino acids. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റാലോ പോർഫൈറിനിൽ അയണാണ് ഉള്ളത്. അയൺ ഈസ് coordinated through the nitrogen atoms of 4 pyrrole rings. ഈ 4 pyrrole ringsലോട്ട് ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹീം എവിടെയാണ് ഇരിക്കുന്നത്? നമുക്കറിയാം അയണിൻ്റെ 5ാമത്തെ കോർഡിനേഷൻ സൈറ്റ് എവിടേക്കാണ്? ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിലേക്കാണ്. ആ പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ 150 to 160 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പോളിപെപ്റ്റൈഡ് ആണ്. അപ്പോൾ ഒരു നീളം ഉണ്ടല്ലോ. അപ്പോൾ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുമ്പോൾ അതിന് നടുക്ക് ഒരു ചെറിയ കുഴി പോലെ, ആ കുഴിയിലാണ് നമ്മുടെ ഹീം ഇരിക്കുന്നത്. മയോഗ്ലോബിനിൽ ഒരു വലിയ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യുന്ന ഒരു കുഴിയുടെ ഉള്ളിലാണ് ഈ ഹീം ഇരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ ഉള്ളതുപോലെ തന്നെ അയണിൻ്റെ 4 കോർഡിനേഷൻ സൈറ്റ്സ് പൈറോൾ റിംഗ്സിലേക്കാണ്. 5ാമത്തത് ഹിസ്റ്റidine റെസിഡ്യൂ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. ഇനി 5ാമതൊരു പൊസിഷൻ വേക്കൻ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഓക്സിജനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. The polypeptide chain is linked to the nitrogen atom of the histidine residue to the iron atom of the porphyrin. അപ്പോൾ സെയിം സ്ട്രക്ചർ തന്നെ, ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഇതിനകത്ത് 4 ഹീം യൂണിറ്റ്സ് ഇല്ല, ഒരൊറ്റ ഹീം യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് മയോഗ്ലോബിൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മയോഗ്ലോബിൻ്റെ സ്ട്രക്ചറും ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറുമാണ് പഠിച്ചത്. ഇനി നമുക്കിതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കാണണം.